ഗസക്കാരെ ഈജിപ്തിലും ജോർദാനിലും പുനരധിവസിപ്പിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പലസ്തീൻ ജനത ഗസയിൽ തന്നെ തുടരുമെന്ന് ജോർദാൻ. പലസ്തീൻ പോരാട്ട സംഘടനകളും ട്രംപിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. BK സുഹൈൽ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, ഇതിപ്പോൾ ഇസ്രായേലിന്റെ ആഗ്രഹമോ ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരമാണോ ആയിരുന്നു ട്രംപിന്റെ ഈ പുതിയ നിർദ്ദേശം വന്നത്? അതിനോട് ജോർദാൻ തുടക്കത്തിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. മറ്റു രാജ്യങ്ങളുടെയും മറ്റു സംഘടനകളുടെയും ഒക്കെ നിലപാട് എന്താണ് പുറത്തു വന്നത്? സൈഫുദ്ദീൻ, വളരെ അപകടകരമായ രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഗസയെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഗസയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഗസക്കാരെ പുറത്തേക്ക് തള്ളണം എന്നുള്ള ഒരു നിലപാടാണ് ട്രംപ് എടുക്കുന്നത്. ഈജിപ്തിനോടും ജോർദാനോടുമാണ് ഗസക്കാരെ ഏറ്റെടുക്കാൻ പറയുന്നത്. ഇത് താൽക്കാലികമാണോ അതല്ല പൂർണ്ണമായും ഒരു പറിച്ചെറിയലാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ആ സമയത്ത് തന്നെ ട്രംപിനോട് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ എന്ന തരത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ ഗസക്കാരെ അവിടെ നിന്ന് മാറ്റുന്ന തരത്തിലുള്ള ഇസ്രായേലിൻ്റെ സയനിസ്റ്റിക് പദ്ധതികൾക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ളത്. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു പ്രതികരണം വന്നത്. സയനിസ്റ്റ് അജണ്ടകൾക്കനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നിന്നുകൊടുക്കരുത് എന്നൊരു പ്രസ്താവന ഹമാസ് പറയുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യേണ്ടത് ഖുദ്സ് ആസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് എന്നുകൂടി ഇപ്പോൾ ഹമാസിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. അതേപോലെ തന്നെ ജോർദാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്നത് ഒരിക്കലും ഈ തരത്തിലുള്ള ഒരു നടപടികൾക്ക് തങ്ങൾ നിന്നുകൊടുക്കില്ല, ജോർദാനോട് ഇക്കാര്യം പറഞ്ഞു വരേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോകുന്നു. നേരത്തെ തന്നെ ഈജിപ്ത് ഒരു താൽക്കാലികമായെങ്കിലും അവിടെയുള്ള ആളുകളെ സിനാ മരുഭൂമിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേലിനോട് ശക്തമായി വിയോജിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നും യുദ്ധം അവസാനിക്കുമെന്നും പറയുമ്പോൾ ഈ തരത്തിലുള്ളൊരു അവസാനമാണോ എന്ന കാര്യത്തിലേക്കുള്ള സംശയങ്ങൾ ഇപ്പോൾ ബലപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 2000 പൗണ്ട് ബോംബുകൾ, നേരത്തെ ബൈഡൻ സർക്കാർ പോലും തടഞ്ഞുവെച്ച മാരകശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തീരുമാനമെടുത്തത്. അതേപോലെ തന്നെ ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല, പ്രതീക്ഷയുമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വെടിനിർത്തൽ അതൊരു താൽക്കാലികമായി അവസാനിക്കാനും ഗസക്കാരെ മുഴുവനും ഏതെങ്കിലും പ്രദേശത്തേക്ക് ആട്ടിയോടിക്കാനും ഒക്കെയുള്ള ഇസ്രായേലിൻ്റെ പദ്ധതി, ആ പദ്ധതിക്ക് ട്രംപ് വഴങ്ങുകയാണോ എന്നുള്ള തരത്തിലുള്ള സംശയം ഇപ്പോൾ കൂടുതൽ ബലപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ സയനിസ്റ്റ് ലോബിക്കും അതേപോലെ തന്നെ അവിടെയുള്ള അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനും വഴങ്ങുകയാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. നമുക്കറിയാം, ഈ ഒന്നാം ഘട്ട വെടിനിർത്തൽ കഴിഞ്ഞ് അടുത്ത മാസം 4-ാം തീയതിയാണ് രണ്ടാം ഘട്ടത്തെക്കുറിച്ചും മൂന്നാം ഘട്ടത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കേണ്ടത്. ആ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഗസയുടെ പുനരധിവാസവും അതേപോലെ തന്നെ അവിടെ ആര് ഭരിക്കണം എന്നുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ പ്രധാനമാണ് ഇപ്പോൾ ട്രംപ് പറയുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ് എങ്കിൽ ഗസക്കാരെ വേറെ എവിടേക്കെങ്കിലും മാറ്റി, മാത്രമല്ല അത് സുന്ദരമായ ഗസയെക്കുറിച്ച് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ കടൽ തീരത്തുള്ള മനോഹരമായ പ്രദേശമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രദേശത്തെക്കുറിച്ച് മാത്രം പറയുകയും അവിടെയുള്ള ആളുകളെ മറക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രംപ് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ ഗസക്കാരെ മുഴുവനും ജോർദാനിലേക്കോ അല്ലെങ്കിൽ ഈജിപ്തിലേക്കോ മാറ്റി ആ തീരം ഏറ്റെടുക്കുവാൻ ട്രംപിന് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ വരെയുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായ ചർച്ചകൾ നടക്കുകയാണ്.